Hello. In this section we are discussing about classification of regions. Region. A region is a perceived segment of space which is different from others on the basis of one or more defining features. Region എന്ന് പറയുന്നത് ഒരു സ്പേസിൽ കാണപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആണ്. പെർസീവ്ഡ് നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇത്തരത്തിൽ ആ ഒരു സെഗ്മെന്റിനെ ഡിഫറെന്റ് ആക്കുന്നത് അതിലുള്ള എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഒന്നേ ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സോ ആയിരിക്കും. The basic criterion for delimitation may be a relation uniformity or homogeneity of geographical phenomena of a space. ഇനി ഇത്തരത്തിൽ ഒരു ഏരിയയെ അല്ലെങ്കിൽ ഒരു സ്പേസിനെ ഒരു റീജിയൻ ആക്കി ഡീലിമിറ്റ് ചെയ്യണമെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഒരു യൂണിഫോമിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോഗ്രഫിക്കൽ ഫിനോമിനൽ ഹോമോജിനിറ്റിയോ കാണും. So a region includes several contiguous homogeneous territories, although occasionally non-contiguous spatial units are also put under one region. അതുകൊണ്ട് തന്നെ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോമോജീനിയസ് ടെറിട്ടറീസ് ചേർന്നൊരു പ്രദേശമാണ്. പക്ഷേ ഒക്കേഷണൽ ആയിട്ട് കണ്ടിന്യൂസ് ഒന്നും അല്ലാത്ത സ്പേഷ്യൽ യൂണിറ്റ്സിനെയും നമ്മൾ region ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അതിനൊരു ഉദാഹരണം നോക്കാം. India is a political region with Lakshadweep and Andaman Nicobar Islands as the non-contiguous units. The Hawaii Island and Alaska in the USA are example of non-contiguous region. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും മാറിയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപ് ഐലൻഡ്സും കാണപ്പെടുന്നത്. അതുപോലെ USA എന്ന് പറയുന്ന രാജ്യം എടുക്കുമ്പോൾ ഹവായി ഐലൻഡ്സും അലാസ്കയും USA എന്ന് പറയുന്ന മെയിൻലാൻഡിൽ നിന്നും മാറിയാണ് കാണപ്പെടുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിന്യൂസ് അല്ലാതെയാണ് കാണപ്പെടുന്നതെങ്കിലും ഒരു റീജിയനായിട്ട് കണക്കാക്കുമ്പോൾ അതിനെ ഒറ്റ റീജിയനായിട്ടാണ് കണക്കാക്കി പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പേഷ്യൽ യൂണിറ്റ്സിനെയും region ആക്കി പറയാറുണ്ട്. Classification of region. Region is classified into mainly three types: navally given region, instituted region, denoted region. Again, the instituted region is divided into two: formal region, functional region. Navally given region. A navally given region refers to a territory recognized by the people living outside the territory. Navally given region പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിന്റെ ടെറിട്ടറി റെക്കഗ്നൈസ് ചെയ്യുന്നത് അതിനകത്ത് ജീവിക്കുന്ന ആളുകളല്ല, പകരം ആ ഒരു ഏരിയക്ക് പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് ആ ഒരു നേവലി ഗിവൺ റീജിയന്റെ ബൗണ്ടറി തീരുമാനിക്കുന്നത്. They don't have a well-defined boundary and their existence depends upon social acceptance. ഇത്തരത്തിലുള്ള നേവലി ഗിവൺ റീജിയന്റെ ഒരു പ്രത്യേകത അതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ബൗണ്ടറി ഒന്നുമില്ല. അതിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് സോഷ്യൽ ആക്സെപ്റ്റൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, Awadh, Meva are navally given regions delineated on the basis of shared culture or history. ഉദാഹരണം പറയുന്നത് അവധ്, മേവ തുടങ്ങിയ നേവലി ഗിവൺ റീജിയൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുരാതന ഹിസ്റ്ററിയും കൾച്ചറും വെച്ചിട്ടാണ് അവധ് എന്ന് പറയുന്ന പ്രദേശം ഇത്ര വരെ ആയിരുന്നു, അല്ലെങ്കിൽ മേവാർ എന്ന പ്രദേശം ഇത്ര വരെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശമാണ്. ശരിക്കും ഇപ്പൊ എന്താണ്, കന്യാകുമാരി എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഭാഗമാണ്, അത് തിരുവിതാംകൂറിന്റെ ഭാഗമല്ല ഇപ്പോൾ. എങ്കിലും നമ്മൾ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ പഴയ കൾച്ചറും പഴയ ഹിസ്റ്ററിയും വെച്ചിട്ട് കന്യാകുമാരി വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമാണെന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള റീജിയൻ, അതായത് ശരിക്കും അവിടെ ഒരു ബൗണ്ടറി ഇല്ല, അങ്ങനെ ഒരു ബൗണ്ടറിയോ ഒരു ടെറിട്ടറിയോ ഒന്നും ഇല്ല, എങ്കിലും പഴയ കൾച്ചറും ഹിസ്റ്ററിയും ഒക്കെ വെച്ചിട്ട് ആളുകളുടെ മനസ്സിലുള്ള സോഷ്യൽ അക്സെപ്റ്റൻസ് വെച്ചിട്ടുള്ള റീജിയൻസിനെയാണ് നേവലി ഗിവൺ റീജിയൻ എന്ന് പറയുന്നത്. Instituted region. Instituted regions are delimited by human agencies and therefore possess distinct limits. Example, blocks, districts, states. These are bounded by administrative boundaries like district or state. Instituted region എന്ന് പറയുന്നത് ഡീലിമിറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ആണ്.
അല്ലെങ്കിൽ ഹ്യൂമൻ ഏജൻസീസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ ഷാർപ്പായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഡിസ്റ്റിൻക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറീസും ലിമിറ്റ്സും കാണും. ഉദാഹരണം പറയുന്നെങ്കിൽ ബ്ലോക്സ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ്സ്, കൺട്രീസ്, കോണ്ടിനെന്റ്സ് ഒക്കെ നമുക്ക് ഉദാഹരണം പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് വെച്ചിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The instituted regions are further classified as formal regions and functional region. ഇൻസ്റ്റിറ്റ്യൂട്ടഡ് റീജിയനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർമൽ അല്ലെങ്കിൽ യൂണിഫോം റീജിയൻ എന്നും ഫങ്ഷണൽ അല്ലെങ്കിൽ നോഡൽ റീജിയൻ എന്നും. ഫോർമൽ റീജിയൻ or homogeneous region or uniform region. A formal region is an area that has officially recognized boundaries defining it. ഫോർമൽ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. ആ ഏരിയയുടെ പ്രത്യേകത ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ബൗണ്ടറീസ് ആണ് ആ ഒരു ഏരിയയെ ഡിഫൈൻ ചെയ്യുന്നത്. As such, formal regions are often made up of boundaries for cities, states, countries, etc. ഉദാഹരണം പറയുന്നെങ്കിൽ സിറ്റീസോ ഡിസ്ട്രിക്ട്സോ സ്റ്റേറ്റ്സോ കൺട്രീസോ ഒക്കെ തന്നെ ഫോർമൽ റീജിയൻസ് ആണ്. These regions are often regarded as common knowledge and their boundaries are set by local or national government. ഇത്തരത്തിലുള്ള റീജിയനെ ക്ലാസിഫൈ ചെയ്യുന്നത് കോമൺ നോളജിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ബൗണ്ടറീസ് വേർതിരിക്കുന്നത് ലോക്കൽ ബോഡീസ് ഓഫ് ഗവൺമെന്റോ അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റ്സോ ഒക്കെയാണ്. Various criteria are used to create these regions. Some criteria an official entity may use to create a region are political affiliation, nationality, culture, common languages, religion, geographical features, etc. ഇനി ഫോർമൽ റീജിയനെ പല രീതിയിലും പല ക്രൈറ്റീരിയ വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അഫിലിയേഷനും നാഷണാലിറ്റി, കൾച്ചർ, ലാംഗ്വേജസ്, റിലീജിയൻ, മറ്റു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തുടങ്ങിയവയാണ്. Formal regions are areas of essential uniformity throughout in one or more limited combination of physical or cultural features. ഫോർമൽ റീജിയൻസിന്റെ പ്രത്യേകത അത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു യൂണിഫോമിറ്റി കാണും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ ക്രൈറ്റീരിയയിലായിരിക്കും യൂണിഫോമിറ്റി ഉള്ളത്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയയിലായിരിക്കും. ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ മാത്രമായിരിക്കും യൂണിഫോമിറ്റി, ചിലപ്പോൾ കൾച്ചറൽ ഫീച്ചേഴ്സിൽ മാത്രമായിരിക്കും യൂണിഫോമിറ്റി, ചിലപ്പോൾ ഇതിന് തമ്മിലുള്ളൊരു മിക്സ്ചർ ഉണ്ട്. ഫിസിക്കലും കൾച്ചറൽ ഫീച്ചേഴ്സും തമ്മിലുള്ളൊരു അമാൽഗേഷൻ കൊണ്ടൊരു യൂണിഫോമിറ്റിയും ഉണ്ടാവാം. Homogeneity can be decided on physical, economic, social character of a region or a combination of these three. ഈ homogeneity എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സോ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സോ ചിലപ്പോൾ ആവാം, അല്ലെങ്കിൽ ഇതിന്റെ മൂന്നിന്റെയും ഒരു കോമ്പിനേഷൻ ആവാം. Methods for delineation of a formal region are fixed index method, weighted index method, superimposition of maps, etc. പല രീതിയിൽ നമുക്ക് ഫോർമൽ റീജിയനെ ഡിലിനേറ്റ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിന് എക്സാമ്പിൾ ആണ് ഫിക്സഡ് ഇൻഡെക്സ് മെത്തേഡ്, വെയ്റ്റഡ് ഇൻഡെക്സ് മെത്തേഡ്, സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് മാക്സ് തുടങ്ങിയവ. And the type of formal or homogeneous region include natural region, cultural region, and economic region. Types of formal or homogeneous region. First, natural region. The natural, formal, or uniform region is a geographical area homogeneous on the basis of selected geographical characteristics wise, climate, natural vegetation, etc. എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഫീച്ചേഴ്സിലോ ഫിനോമിനലോ എന്തെങ്കിലും യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ, അതായത് ക്ലൈമറ്റിലോ നാച്ചുറൽ വെജിറ്റേഷനിലോ ഒക്കെയാണ് യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നാച്ചുറൽ റീജിയൻ എന്ന് പറയുന്നത്. Cultural region. The regions homogeneous in terms of socio-cultural features are designated as socio-cultural regions. For example, the Central Indian Tribal Belt. സോഷ്യോ കൾച്ചറൽ ഫീച്ചേഴ്സിനാണ് ഒരു ഹോമോജിനിറ്റി ഉണ്ടെങ്കിൽ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്ന റീജിയൻസിനെ സോഷ്യോ കൾച്ചറൽ റീജിയൻസ് എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് സെൻട്രൽ ഇന്ത്യൻ ട്രൈബൽ ബെൽറ്റ്. തേർഡ്, എക്കണോമിക് റീജിയൻ. If the homogeneity is observed in economic attributes, that is the production structure, workforce, etc., such regions are known as economic region. ഇനി ഹോമോജിനിറ്റി എക്കണോമിക് ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സോ പ്രൊഡക്ഷൻ സ്ട്രക്ചറോ ഒക്കുപേഷൻ സ്ട്രക്ചറോ ഒക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് എക്കണോമിക് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയുടെ രണ്ട് മാപ്പ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫിസിക്കൽ റീജിയൻ ആണ്. മൗണ്ടനും പ്ലെയിനും പ്ലേറ്റ്യൂസും കോസ്റ്റൽ പ്ലെയിൻസും ഒക്കെ അടങ്ങുന്ന കുറെ ഫിസിക്കൽ റീജിയൻസ് ചേർന്നിട്ടുള്ള മാപ്പാണ് ആദ്യത്തേത്. രണ്ടാമത്തെ സെയിം ഏരിയ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ അവിടെ എടുത്തേക്കുന്ന ക്രൈറ്റീരിയ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു കൾച്ചറൽ റീജിയൻ ആണ്. ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണുന്നത്.
ഇതൊരു വേൾഡ് മാപ്പാണ്, എക്കണോമിക് റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടൊരു വേൾഡ് മാപ്പ്. ഇതൊരു എക്കണോമിക് റീജിയൻ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഓരോ റിസോഴ്സും എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു അത്രയും ഏരിയ എന്ന് പറയുന്നത് ഇന്നർ റീജിയൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ നോക്കുന്നെങ്കിൽ അത് പ്രഷ്യസ് സ്റ്റോൺ റീജിയൻ ആണ്, ഓസ്ട്രേലിയ നോക്കുന്നെങ്കിൽ അത് കോൾ റീജിയൻ ആണ്. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ നമുക്ക് അത് ഏത് റീജിയൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Instituted region second category, functional region or nodal or polarized region. A functional region in geography is an area centered on a node, focal point or central hub surrounded by interconnecting linkages. ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ജോഗ്രഫിയിൽ പറയുന്നെങ്കിൽ അതൊരു ഏരിയ ആണ്. ആ ഏരിയയുടെ പ്രത്യേകത ഒരു സെൻട്രൽ ആയിട്ട് അതിനൊരു നോഡ് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോക്കൽ പോയിന്റ് കാണും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഹബ്ബ് കാണും. അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഇന്റർ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിങ്കേജസും കാണും. The primary node in a functional region features surrounding areas with common social, political or economic purpose that relate to trade, communication or transportation. ഇത്തരത്തിൽ കാണുന്ന നോഡ് അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഹബ്ബ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സറൗണ്ടിങ് ഏരിയാസുമായിട്ട് കോമൺ ആയിട്ട് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും. പ്രധാനമായിട്ടും ട്രേഡിനും കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട്. ഇൻ അതർ വേർഡ്സ്, a functional region has a certain set of activities or interactions that happen within it, organized around a central node or focal point. മറ്റൊരു രീതിയിൽ പറയുന്നെങ്കിൽ ഒരു ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും കുറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. പ്രധാനമായിട്ടും ഒരു സെൻട്രൽ നോഡ് അല്ലെങ്കിൽ ഒരു ഫോക്കൽ നോഡിനെ ചുറ്റിപ്പറ്റി കുറെ ഇന്ററാക്ഷൻസ് നടക്കുന്നു. According to Faubourg Murphy and D. Bilge introductory textbook on human geography, a functional region is defined by a particular set of activities or interactions that occur within it. ഇനി പ്രധാനമായിട്ടുള്ള എക്കണോമിക് ജോഗ്രഫേഴ്സ് ആയ മർഫിയുടെ ഫോബർഗിന്റെ ഒക്കെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള ആക്ടിവിറ്റീസും ഇന്ററാക്ഷൻസുമാണ് ഒരു റീജിയനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു ഫങ്ഷണൽ റീജിയനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ട്രേഡ് ആണ് അതിന്റെ ആക്ടിവിറ്റി എങ്കിൽ ആ ഫങ്ഷണൽ റീജിയന്റെ ആക്ടിവിറ്റി ട്രേഡ് ആണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടുത്തെ മെയിൻ ഫോക്കസ് എങ്കിൽ അവിടുത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇപ്പോൾ അവിടെ മാർക്കറ്റ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ആണ്. അപ്പോൾ എന്താണ് അവിടുത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി, അതിന്റെ ഇന്ററാക്ഷൻസ് എന്താണ്, അതാണ് ആ ഫങ്ഷണൽ റീജിയനെ ഡിഫൈൻ ചെയ്യുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ റീജിയൻ. Functional regions are defined by their organizational structure. They are also called nodal regions because they usually revolve around a focal center, such as the downtown core of an urban area or the local service area surrounding a library or a post office or a shopping mall. ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനെ നോഡൽ റീജിയൻ എന്ന് വിളിക്കാൻ കാരണം പ്രത്യേകിച്ച് ഒരു സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫോക്കൽ സെന്ററിന് ചുറ്റുമാണ് അതിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഉദാഹരണം പറയുന്നെങ്കിൽ ഒരു അർബൻ റീജിയന്റെ ഡൗൺ ടൗൺ കോഡ് ഏരിയ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈബ്രറി ആവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ ആവാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ആവാം. അതിനെ ചുറ്റിപ്പറ്റി കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് അതിനൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊടുക്കുന്നത്. നടുക്കൊരു നോഡൽ റീജിയനും കാണും. Functional region is a structured urban centered system of interaction. ഈ ഫങ്ഷണൽ റീജിയൻ പ്രധാനമായിട്ടും നടക്കുന്നത് സിറ്റീസിലും മെട്രോപൊളിറ്റൻ സിറ്റീസിലും അല്ലെങ്കിൽ മെഗാലോപോളിസിലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അർബൻ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഹാസ് എ കോർ ആൻഡ് പെരിഫറി. ഈ ഒരു ഫങ്ഷണൽ റീജിയൻ നടുക്ക് ഒരു കോർ ഏരിയ കാണും, അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഒരു പെരിഫറിയും കാണും. Its boundaries remain constant only as long as the interchanges establishing remain unaltered. അതിന്റെ ബൗണ്ടറി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ഫങ്ഷൻ നിലനിൽക്കുന്നത് വഴി മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ എതുവരെ നിലനിൽക്കുന്നോ അതുവരെ മാത്രമേ ആ ബൗണ്ടറി അങ്ങനെ തന്നെ നിലനിൽക്കുള്ളൂ. ഇനി ആ ഒരു ഫങ്ഷന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നെങ്കിൽ ബൗണ്ടറി കുറച്ചുകൂടെ വൈഡൻ ആവും. ഇനി ആ ഫങ്ഷൻ അവിടെ നിന്ന് ഇല്ലാതാവുന്നെങ്കിൽ ആ ഒരു ഫങ്ഷണൽ റീജിയൻ തന്നെ അവിടെ നിന്ന് മാറിപ്പോകും. സിറ്റി റീജിയൻ ഈസ് ആൻ ഏരിയ ഓഫ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഈ ഫങ്ഷണൽ റീജിയൻ അല്ലെങ്കിൽ സിറ്റി റീജിയന്റെ പ്രത്യേകത ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നടക്കുന്ന റീജിയൻ ആണ് സിറ്റി റീജിയൻസ്.
A functional criterion defines a town or urban center as an urban settlement or urban municipality containing a concentration of jobs, services, and other functions that serve other settlements in its hinterland, acting as the core of an urban functional region, which is a larger area that contains the urban center and its hinterland, forming together a socio-spatial system integrated by functional interaction. ഫങ്ഷണൽ ക്രൈറ്റീരിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്ന ഒരു ടൗൺ അല്ലെങ്കിൽ അർബൻ സെന്റർ ആണ്, അതായത് ഒരു അർബൻ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു അർബൻ മുനിസിപ്പാലിറ്റി ആണ്. അതിൽ ഒത്തിരി കോൺസെൻട്രേഷൻ ഓഫ് ജോബ്സ് കാണും, സർവീസസ് കാണും, ഫങ്ഷൻസ് കാണും. ഈ സർവീസസ് ആ ഒരു ടൗണിനകത്തോ അല്ലെങ്കിൽ ആ ഒരു അർബൻ സെന്ററിലോ ഉള്ളവർക്ക് മാത്രമല്ല അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് ചുറ്റുമുള്ള ഹിൻഡർലാൻഡിലുള്ള സെറ്റിൽമെന്റ്സിനും പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ചാല എന്ന് പറയുന്ന ഒരു സ്ഥലം എടുക്കുന്നെങ്കിൽ ആ ചാലയിലോട്ട് വരുന്നത് സിറ്റിയിലുള്ളവർ മാത്രമല്ല, പകരം ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ളവരും, ഇപ്പൊ നേമത്തു നിന്നുള്ളവരോ അല്ലെങ്കിൽ ചിലപ്പോൾ കണിയാപുരത്തോ കഴക്കൂട്ടത്തു നിന്നുള്ളവരോ അല്ലെങ്കിൽ ശ്രീകാര്യത്തു നിന്നുള്ളവരോ ഒക്കെ അവിടെ വരാറുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു സിറ്റി സെന്ററിൽ മാത്രമല്ല ചുറ്റുമുള്ള ഹിൻഡർലാൻഡിലെ സെറ്റിൽമെന്റ്സിനും ഈ ഒരു ഫങ്ഷൻസ് സെർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു കോറായിട്ട് ആക്ട് ചെയ്യും, ഒരു സോഷ്യോ സ്പേഷ്യൽ സിസ്റ്റം ഇന്റഗ്രേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഫങ്ഷണൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. For delineation of functional regions, quantitative methods are used. ഇനി ഫങ്ഷണൽ റീജിയനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ സിപ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്റ്റൻസ് ഡിക്കേ, സ്റ്റുവർട്ട്സ് ഗ്രാവിറ്റി മോഡൽ, ക്രിസ്റ്റലേഴ്സ് ആൻഡ് ലോസ് സെന്റർ പ്ലേസ് തിയറി, തീസിയൻ പോളിഗൺ മെത്തേഡ്, എക്സെട്ര. ഫങ്ഷണൽ റീജിയൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു മാപ്പാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പാരീസ് സിറ്റിയാണ്. ഇപ്പൊ ശരിക്കും പാരീസ് എന്ന് പറഞ്ഞ സിറ്റി എന്ന് പറയുന്നത് ഇതിനകത്താണ്, ഇതൊരു പോയിന്റ് ആണ്. പക്ഷെ പാരീസ് സിറ്റി റീജിയൻ എന്ന് പറയുന്നത് ഇത്രയും ഏരിയ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫങ്ഷണൽ റീജിയൻ ഹൈറാർക്കിക്കലി അറേഞ്ച്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പാരീസ് സിറ്റി ആക്ച്വലി ഇത്രയാണ്, പക്ഷെ പാരീസ് സിറ്റി റീജിയൻ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കി, അതായത് ഇത്രയും വലിയൊരു റീജിയനകത്താണ് ആ ഒരു സെന്റർ അല്ലെങ്കിൽ കോർ ഏരിയ കാണപ്പെടുന്നത്. ഇനി ഈ പാരീസ് സിറ്റിയിൽ ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നൊക്കെ ആളുകൾ ജോലിക്ക് വേണ്ടി ഡെയിലി അവിടെ കമ്മ്യൂട്ടേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റിയിലോട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, ഇന്ററാക്ഷൻസ് ഈ ഒരു സെന്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫങ്ഷണൽ റീജിയൻ ആണ്, എംപ്ലോയ്മെന്റ് സോണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷണൽ റീജിയൻ ആണ്. ഇത് മറ്റൊരു മാപ്പാണ്. ഇത് TV സർവീസ് ഏരിയ ആണ് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടോ, ഒരു നീല കളർ ലൈൻ കാണാം, അത്രയും ഏരിയ ആണ് ഒരു റീജിയൻ ആയിട്ട്, ഒരു ഫങ്ഷണൽ റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി TV സർവീസ് ഏരിയാസ് ഉണ്ട്, ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ TV സർവീസ് ഏരിയാസ് ആണ്. അപ്പോൾ ഒരു ഫങ്ഷണൽ റീജിയന്റെ പ്രത്യേകത, ആ ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നതിനകത്താണ് കൂടുതൽ ഇന്ററാക്ഷൻസ് നടക്കുന്നത്. പക്ഷെ അതിന്റെ പുറത്ത് അത് ആ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തീരെ കാണത്തുമില്ല. ഇവിടെയൊക്കെ ഉണ്ട് എങ്കിലും അധികം ഒന്നും ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ TV സർവീസ് എന്ന് ബേസ് ചെയ്ത് മാത്രം ഒരു ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ നടത്തി അത്തരത്തിലും നമുക്കൊരു റീജിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു റീജിയൻ ഔട്ട്സൈഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വളരെ കുറവോ അല്ലെങ്കിൽ തീരെ ഇല്ലാതെ ഇരിക്കും. Denoted region. These are identified by regionalization technique. They are also called planning region. പ്ലാനിംഗ് റീജിയൻ അല്ലെങ്കിൽ ഡിനോട്ടഡ് റീജിയൻ റീജിയണലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയാസിനെയാണ് ഡിനോട്ടഡ് റീജിയൻ അല്ലെങ്കിൽ പ്ലാനിംഗ് റീജിയൻ എന്ന് പറയുന്നത്. പ്ലാനിംഗ് റീജിയൻ ഈസ് എ റിയൽ യൂണിറ്റ് വിച്ച് ഇസ് ഡീംഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീജിയണൽ പ്ലാനിംഗ്. പ്ലാനിംഗ് റീജിയൻസ് എന്ന് പറയുന്നത് റിയൽ ബൗണ്ടറി ഉള്ള റിയൽ യൂണിറ്റ്സ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത, റീജിയണൽ പ്ലാനിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് പ്ലാനിംഗ് റീജിയൻ ബേസ്ഡ് ഓൺ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആഫ്റ്റർ ഫ്രാഗ്മെന്റ്. പ്ലാനിംഗ് റീജിയൻസിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഫ്രാഗ്മെന്റ് ശേഷം വന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ്. On the basis of this classification, the planning regions are divided into 4: multi-state region, metropolitan region and problem-specific region, frontier region, depressed region. Multi-state region, beginning of economic development, rural agriculture base. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റൂറൽ അഗ്രികൾച്ചർ ബേസ് ഉള്ള ഏരിയാസിനെയാണ് മൾട്ടി സ്റ്റേറ്റ് റീജിയൻ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ റീജിയൻ ആൻഡ് പ്രോബ്ലം സ്പെസിഫിക് റീജിയൻ, സ്റ്റേജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ.
ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ ഒരുപാടുള്ള റീജിയൻസിനെ മെട്രോപൊളിറ്റൻ റീജിയൻ എന്നും പ്രോബ്ലം സ്പെസിഫിക് റീജിയൻസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഫ്രോണ്ടിയർ റീജിയൻ, ദേ ആർ ഓൾസോ കോൾഡ് വെർജിൻ ടെറിട്ടറീസ്. ന്യൂ ടെക്നോളജീസ്, പ്രഷർ ഓൺ ഓൾ സ്പേസസ്, ന്യൂ നാഷണൽ ഒബ്ജക്റ്റീവ്സ്. അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരിക്കും ഫ്രോണ്ടിയർ റീജിയൻ എന്ന് പറയുന്നത്. പുതിയ ടെക്നോളജീസ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നു. അവിടുത്തെ ഓൾഡ് സ്പേസസിൽ പ്രഷർ ഉണ്ടായിരിക്കും. മാത്രമല്ല ന്യൂ നാഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നടപ്പാക്കുന്ന റീജിയൻസ് കൂടിയാണ് ഫ്രോണ്ടിയർ റീജിയൻ. ദെൻ ഡിപ്രസ്ഡ് റീജിയൻ, ഡിക്ലൈനിങ് ഓഫ് സ്റ്റാഗ്നേറ്റഡ് ഇക്കോണമി. ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻസിനെയാണ് ഡിപ്രസ്ഡ് റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി പ്ലാനിംഗ് റീജിയൻസിന്റെ ഒരു ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത് പി സെൻഗുപ്ത 1968. P. Sengupta presented a framework of planning regions of India of different order. He divided India into 7 major planning regions by grouping states approximately coinciding with the drainage basin. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഇന്ത്യ 7 മേജർ ആയിട്ടുള്ള പ്ലാനിംഗ് റീജിയൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തും മാത്രമല്ല ഡ്രെയിനേജ് ബേസിന്റെ കൂടെ ബേസിലാണ് അദ്ദേഹം ഈ 7 റീജിയൻസിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. And the 7 regions include North Eastern region, Eastern region, Northern Central region, Central region, Northwestern region, Western region, and Southern region. And finally, the perception of vernacular region. A perception of vernacular region is defined by feelings and prejudices that may or may not be true. It can also be an idea of a person's mental map. ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ വെർനാക്കുലർ റീജിയൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഫീലിങ്സും അദ്ദേഹത്തിന്റെ കുറെ മുൻധാരണകളും വെച്ചിട്ടുമാണ്. ആ മുൻധാരണകളും ഫീലിങ്സും ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെന്റൽ മാപ്പ് അല്ലെങ്കിൽ മെന്റൽ റീജിയന്റെ ഒരു ഐഡിയ വെച്ചിട്ടുള്ള ഒരു റീജിയൻ ആണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ വെർനാക്കുലർ റീജിയൻ എന്ന് പറയുന്നത്. For example, if you say this town is living in the past and there are no job opportunities, it points to a perceptual region. Another person could see the same place entirely different. They could say there are chances for growth and new business opportunities in this town. ഒരു വ്യക്തി ഒരു ടൗണിലോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ അത് ഒരു പഴയ കാലത്ത് ഒരു ടൗണായിട്ട് ഒരാൾക്ക് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. ഇനി മറ്റൊരു വ്യക്തി അതേ സെയിം ടൗണിൽ എത്തുകയാണ്. അദ്ദേഹം പറയാണ് പുതിയ പുതിയ ഗ്രോത്തിനും അല്ലെങ്കിൽ ഡെവലപ്മെന്റിനും ഇവിടെ ചാൻസസ് ഉണ്ട്. പഴയ ബിസിനസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയൊരു ബിസിനസ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും കുറെ ധാരാളം അവസരങ്ങൾ നേടിത്തരും. അപ്പോൾ 2 വ്യക്തികളാണ് ഒരേ സെയിം ടൗണിലാണ് പോയത്. പക്ഷെ അവർ ചിന്തിക്കുന്ന രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അവരുടെ ആ റീജിയന്റെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നോ, ഒരു സ്ഥലത്തിനെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നോ, അതാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ വെർനാക്കുലർ റീജിയൻ. A perceptual region does not exist in the literal sense and the region it inhabits is not explicitly defined. ഒരു പെർസെപ്ഷൻ റീജിയൻ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു റീജിയൻ ഒന്നും അല്ല. അത് മാത്രമല്ല ഒരു ലിറ്ററൽ സെൻസിൽ നിലനിൽക്കുന്ന ഒരു റീജിയനുമല്ല. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് നിലനിൽക്കുന്ന റീജിയനാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ വെർനാക്കുലർ റീജിയൻ.